എൻ.കെ. പ്രേമചന്ദ്രൻ കൂടി നമുക്കിപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ എൻ.കെ. പ്രേമചന്ദ്രൻ, അങ്ങയ്ക്ക് മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ടാകും. കാരണം വ്യക്തിപരമായ ബന്ധം കൂടി ദീർഘകാലം മൻമോഹൻ സിംഗുമായിട്ടുള്ള ഒരു ബന്ധം കൂടി അങ്ങേക്കുണ്ടാകും. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മൻമോഹൻ സിംഗിന്റെ വിയോഗം ഈ ഘട്ടത്തിൽ എങ്ങനെ അനുസ്മരിക്കുന്നു? ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിനുടമയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഗുരുതരമായ ധനപ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റിയ സാമ്പത്തിക വിദഗ്ധൻ. അതിലുമുപരി 2004 മുതൽ 2014 വരെയുള്ള 10 വർഷക്കാലത്തെ UPA ഗവൺമെന്റിന്റെ ഭരണകാലയളവിൽ ചരിത്രപ്രധാനമായ നിരവധി നിയമനിർമ്മാണങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. തൊഴിലുറപ്പ് നിയമം, വിദ്യാഭ്യാസാവകാശ നിയമം, വനാവകാശ നിയമം, വിവരാവകാശ നിയമം തുടങ്ങിയ ഘടനാപരമായ പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ അർദ്ധസമ്പുഷ്ടമാക്കി മാറ്റിയതിൽ നിസ്തുലമായ സംഭാവന നൽകിയ ഭരണാധികാരി കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. 10 വർഷക്കാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും 5 വർഷക്കാലം രാജ്യത്തിന്റെ ധനമന്ത്രിയുമായി ഒരു നയാ പൈസയുടെ പോലും ആനുകൂല്യം കൈപ്പറ്റാതെ, ശമ്പളം പോലും കൈപ്പറ്റാതെ രാജ്യത്തിന് വേണ്ടി സമർപ്പിത സേവനമനുഷ്ഠിച്ച ആ മഹത് വ്യക്തിത്വത്തെ വേണ്ട വിധത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം വിലയിരുത്തിയിട്ടില്ല എന്നതുകൂടി ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിലുള്ള അഗാധമായ ദുഃഖം, അനുശോചനം ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുന്നു. ശ്രീ എൻ.കെ. പ്രേമചന്ദ്രൻ, രാജ്യസഭയിൽ നിന്നും മൻമോഹൻ സിംഗ് വിരമിച്ച സമയത്ത് ഈ മല്ലികാർജുൻ ഖാർഗെ എഴുതിയ കത്തിലും അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. കാരണം ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയും രാജ്യത്തെ താങ്കളെക്കാൾ കൂടുതൽ സേവിച്ചു എന്ന് പറയാൻ വളരെ കുറച്ച് നേതാക്കൾ മാത്രമേ നമുക്കിടയിലുള്ളൂ എന്നാണ് അന്ന് ഖാർഗെ എഴുതിയ കത്തിൽ പറഞ്ഞിരുന്നത്. തീർച്ചയായും. കാരണം അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം പദവികൾ അദ്ദേഹം വഹിച്ചിരുന്ന പദവികൾ എത്രയോ വലുതായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് ഒരു സാമ്പത്തിക ആനുകൂല്യവും ഗവൺമെന്റിൽ നിന്ന് കൈപ്പറ്റാതെ രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി 100% അർപ്പണബോധത്തോടും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി പ്രവർത്തിച്ച ഒരു ഭരണാധികാരി. രാജ്യത്തിന്റെ പുരോഗതിയും നാടിന്റെ പൊതുവായ നന്മയ്ക്കും വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നുള്ളത് കൃത്യമായി വിലയിരുത്താൻ കഴിയും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. വളരെ ഭാവനാസമ്പന്നമായ സംരംഭങ്ങളായിരുന്നു. ഗുരുതരമായ ആക്ഷേപങ്ങൾക്ക് അദ്ദേഹം വിധേയനായി. സ്ട്രക്ചറൽ എക്കണോമിക് റിഫോംസ് എന്ന പേരിൽ 1990കളുടെ തുടക്കത്തിൽ ആരംഭം കുറിച്ച ആ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കെതിരായി അതിശക്തമായ വിമർശനമേൽക്കേണ്ടി വന്ന അതേ ഡോക്ടർ മൻമോഹൻ സിംഗ് 2004 UPAയുടെ പ്രധാനമന്ത്രിയായി വന്നപ്പോൾ ഏറ്റവും വലിയ പുരോഗമനപരമായ ജനകീയമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതും ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ്. എക്കണോമിക് റിഫോംസ് വിത്ത് എ ഹ്യൂമൻ ഫേസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിലയിലായിരുന്നു അദ്ദേഹം 2004 മുതൽ 2014 വരെ 10 വർഷക്കാലം സാമ്പത്തിക രംഗത്തെ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഗുരുതരമായ ആഗോള പ്രതിസന്ധി സാമ്പത്തിക രംഗത്ത് നേരിട്ട ഘട്ടത്തിൽ പോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നതിൽ നിസ്തുലമായ സംഭാവന നൽകിയ ഇന്ത്യയുടെ ഭരണാധികാരി, ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എക്കാലവും ആദരിക്കപ്പെടേണ്ടതാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ നിസ്തുലമായ നേട്ടങ്ങളെ വേണ്ട രൂപത്തിൽ ഇനിയും ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ രാഷ്ട്രീയം വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്ന് തന്നെ ആവർത്തിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ എൻ.കെ. പ്രേമചന്ദ്രൻ ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം പ്രതികരിച്ചതിന്.